മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുന്ന ഇസ്ലാമിന്റെ നായകൻ രണ്ടാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ആവേശം വരട്ടെ മുഅ്മിനീങ്ങളെ. ഉമറുൽ ഫാറൂഖ് പോരാ പോരാ ഈമാൻ ജ്വലിക്കണം കേട്ടോ. കിസ്റ പണിക്കും കൈസറും ഉറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കെട്ടുടഞ്ഞെത്തുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഈ രീതിയിൽ പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും കഴിയില്ലതോ, ജനിപ്പിക്കുവാൻ ഒരു മണ്ണിനും. ഈശ്വരൻ എന്ത് കിടക്കുന്ന 35 ചതുർശേഷം മൈൽ വിസ്തീർതിയുള്ള അറേബ്യൻ റിപ്പബ്ലിക്കിന്റെ ചയ്യനായ മറക്കാരൻ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുകയാണ്. മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഖുതുബയുടെ ഇടയിൽ വിളിക്കുന്നു. ആരെയാ വിളിക്കുന്നത്? യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഓ സാരിയ, 100 ചില്ലാനം മൈല് മദീനയിൽ നിന്ന് 100 ചില്ലാനം മൈല് കിലോമീറ്റർ അല്ല, 100 ചില്ലാനം മൈലുകൾ അപ്പുറത്തുള്ള നുഹാബന്ദിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ലോകത്തെ തുല്യതയില്ലാത്ത നായക ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നു. യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഓ സാരിയത്ത്, ആ പർവ്വതത്തിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. സാരിയ റളിയല്ലാഹു അൻഹു നോക്കുന്നു, റബ്ബേ ഇത് അമീറുൽ മുഅ്മിനീന്റെ ശബ്ദമാണല്ലോ. പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ശത്രുക്കൾ ഇരച്ചു വരുന്നു. മദീനയിൽ നിന്നുകൊണ്ടല്ല വിളിച്ചത്, നുഹാബന്ദ് 100 ചില്ലോണം മൈലുകൾ അപ്പുറത്താണ്. അവിടെ നിന്ന് ഇവിടെ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആരെ വിളിച്ചു എന്നാ പറയുന്നത്? സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനെ. അള്ളാന്റെ വലിയ കാണൂല്ല, അവർ മരണപ്പെട്ടാൽ കേൾക്കൂല അല്ലേ? നമ്മുടെ പറച്ചിലതല്ലേ? അതാണോ? അവർ ജീവിച്ചിരിക്കുമ്പോഴും കേൾക്കും, മരണപ്പെട്ടാലും കേൾക്കും. അള്ളാന്റെ ഔലിയാക്കൾ അങ്ങനെയാ, അമ്പിയാക്കൾ അങ്ങനെയാ, സ്വാലിഹീങ്ങൾ അങ്ങനെയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു അവിടെ പർവ്വതത്തിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കുന്നു. ശത്രുക്കൾ ഇരച്ചു വരുന്നു, അവരുമായിട്ട് മല്ലിടുന്നു, യുദ്ധം നടക്കുന്നു, വിജയിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ദിവസങ്ങൾ യാത്ര ചെയ്ത് അവർ മദീനയിലെത്തിയിട്ട് സയ്യിദനാ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ യുദ്ധത്തിൽ പരാജയപ്പെടുമായിരുന്നു. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി അന്ന് മസ്ജിദുൻ നബവിയിലെ വിളി. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആര് കേൾക്കുന്നു? അതാ മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുന്ന ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നു. 100 ചില്ലാനം മൈലുകൾക്കപ്പുറത്ത് വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. ആ വിളി കേൾക്കുന്നു ആര്? സാരിയത്ത് റളിയല്ലാഹു അൻഹു. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. ഞാൻ അവന്റെ കേൾവിയായി മാറുന്നു, ഞാൻ അവന്റെ കാഴ്ചയായി മാറുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നിഷേധിക്കാൻ ലോകത്ത് ഔലിയാക്കളെ നിഷേധിക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ? അല്ലാഹു പഠിപ്പിക്കുന്നതായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസല്ലേ നിഷേധിക്കാൻ കഴിയുമോ? സാധ്യമല്ല. പിന്നെ വയദഹുല്ലതീ യബ്തസു ബിഹാ. അവൻ വരിക്കുന്ന കൈ ഞാനായി മാറുന്നു.
കൈ ഞാനായി മാറുന്നു. അവൻ മരിക്കുന്ന, അവൻ പിടിക്കുന്ന, അവൻ എന്തിലേക്കൊന്ന് പിടിച്ചാൽ അത്രയും നല്ല പവറോടുകൂടി ഞാൻ ചെയ്യുന്നത് പോലെ അവന് ചെയ്യാൻ കഴിയുന്നു. എന്നാൽ അള്ളാഹന് കൈയുണ്ട് എന്നല്ല അവർ വാദിക്കും പോലെ. അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ് അർശിന്റെ മേൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെയാണല്ലോ ഇവിടെ ഇങ്ങനെ വഹാബികൾ വിളമ്പുന്നത്. മുഅ്മിനീങ്ങളെ ഈമാൻ സൂക്ഷിച്ചുകൊള്ളണം, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വയദഹുല്ലതീ യബ്തിശു ബിഹാ, അവന്റെ കൈ ഞാനായി മാറുമെന്ന് പറഞ്ഞാൽ മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് നമ്മുടെ ആളാണ്. ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് ഈമാൻ നല്ല ആവേശത്തിലുണ്ടാകണം, നല്ല സടകൊടഞ്ഞെഴുന്നേൽക്കണം. സയ്യിദനാ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ ഖൈബർ യുദ്ധം നടക്കുന്നു. ഖൈബർ രണാങ്കണത്തിൽ ദിവസങ്ങളോളം നടന്ന യുദ്ധമാണല്ലോ. ആ യുദ്ധ ദിവസത്തിന്റെ ആ യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുമ്പോഴാണല്ലോ അള്ളാന്റെ റസൂൽ വിളിച്ചിട്ട് ചോദിക്കുന്നു, അലി എവിടെ? ഞാൻ നാളെ ഒരു പതാക കൊടുക്കും, ആ പതാകയും വഹിച്ചുകൊണ്ട് പോകുന്ന ആൾ ഖൈബർ ഫത്ഹാക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുക്ക് ആഗ്രഹിച്ചു. അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു ദിവസം ആ ദിവസമാണെന്ന്. കാരണം എന്താ? അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ ഞാൻ നാളെ ഒരു പതാക കൊടുക്കുക, ആരാണ് സഹോദരങ്ങളെ അത് വാങ്ങിക്കാൻ തയ്യാറാകാത്തത്? അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ അധികാരം ആഗ്രഹിച്ചത് ആ സമയത്താണ്. ആ പതാകയും വഹിച്ചുകൊണ്ട് പോകാൻ തയ്യാറായത് ആർക്കാ? ആ ഭാഗ്യം കിട്ടിയത് ആരാ? പിറ്റേ ദിവസം വിളിക്കുന്നു, അയിന അലി ഇബ്നു അബീ ത്വാലിബ്, അലിയാർ തങ്ങളെവിടെ? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അലിയാർ തങ്ങളുടെ കണ്ണിന് ചെങ്കണ്ണ് ബാധിച്ചിരിക്കുന്നു നബിയേ. ഉടനെ തന്നെ വിളിക്കുന്നു, അവിടെ നിന്റെ ശറഫാക്കപ്പെട്ട തുപ്പുനീരെടുത്തുകൊണ്ടതാ മഹാനായ അലിയാർ തങ്ങളുടെ കണ്ണിലേക്ക് പുരട്ടുന്നു. ആ സമയത്ത് തന്നെ തുപ്പുനീര് അങ്ങോട്ട് ചെന്ന സമയത്ത് തന്നെതാ മുഅ്ജിസത്തിന്റെ തുപ്പുനീരാണല്ലോ. അല്ലാഹു സുഖപ്പെടുത്തുന്നു. അത് ബോഡി വേസ്റ്റ് അല്ല, ആണോ? അതൊന്നും ബോഡി വേസ്റ്റ് അല്ല, പിന്നെ അത് ബറക്കത്തുള്ളതാണ്. നമ്മൾ തുപ്പിയാൽ ഏഴയിലത്ത് ആരെങ്കിലും ഇരിക്കുമോ? സുബ്ഹാനല്ലാഹ്. പൊന്നാര നബിയുടെ തുപ്പുനീര് മോശമാണോ? അവിടെ നിന്റെ വിയർപ്പ് മോശമാണോ? അവിടെ നിന്റെ ഷഅർ മുബാറക്ക് മോശമാണോ? അവിടെ നിന്റെ നഖം മോശമാണോ? ഒന്നും സ്വഹാബത്ത് കളഞ്ഞിട്ടില്ല. അത് ഇവരുടെയൊക്കെ തമ്പുരാക്കന്മാർ ലെനിനും മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെ ഈ ലോകത്തെ ഏറ്റവും വലിയ ശാപം വാങ്ങിച്ച നേതാക്കളായി മാറിയെങ്കിൽ ഇവരെയും ചരിത്രങ്ങൾ പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടറിയാം.